മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ആദ്യ പ്രതികരണം. സേവനം നൽകാതെ പണം കൈപ്പറ്റിയെന്ന രീതിയിൽ SFIOയ്ക്ക് മൊഴി നൽകിയിട്ടില്ല എന്ന് വീണ. താനോ എക്സാലോജിക്ക് സൊല്യൂഷനോ സേവനങ്ങൾ നൽകാതെ CMRൽ നിന്ന് എന്തെങ്കിലും പണം കൈപ്പറ്റി എന്ന തരത്തിലുള്ള ഏതെങ്കിലും മൊഴി അവിടെ നൽകിയിട്ടില്ല. ചിലർ പ്രചരിപ്പിക്കുന്ന തരത്തിൽ ഒരു മൊഴിയും താൻ നൽകിയിട്ടില്ല എന്നും വീണ പ്രതികരിക്കുന്നു. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, ഈ SFIO കേസുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ വീണ വിജയൻ നൽകുന്ന ആദ്യ പ്രതികരണമായിരിക്കാം ഇത്. ഏത് തരത്തിലാണ് അവർ പ്രതികരിച്ചത്? കൂടുതൽ വിവരങ്ങൾ ശാലിനി. വിനോദ്, അല്പസമയം മുമ്പാണ് ഈ എക്സാലോജിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് വീണ വിജയൻ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാസപ്പടി വിവാദം ആരംഭിച്ച് മാസങ്ങൾ പിന്നിടുമ്പോഴും ഇതുവരെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കാനോ തയ്യാറാകാതിരുന്ന വീണ വിജയനാണ് ഇന്നിപ്പോൾ ഇത്തരത്തിലൊരു വാർത്താക്കുറിപ്പുമായി പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. CMRൽ നിന്ന് കരാർ അനുസരിച്ചുള്ള സേവനങ്ങൾ നൽകാതെ പണം കൈപ്പറ്റി എന്ന SFIOയ്ക്ക് താൻ സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഈ കുറിപ്പിൽ പറയുന്നത്. ഒപ്പം തന്നെ അത്തരം പ്രചാരണങ്ങൾ തെറ്റാണ്, വാസ്തവവിരുദ്ധമാണ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് ഇപ്പോൾ വീണയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഇത്തരം ചില വാർത്തകൾ വ്യാപകമായി പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇങ്ങനൊരു പ്രതികരണം നടത്തുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ആദ്യ പ്രതികരണം നടത്തിക്കൊണ്ട് വീണ പ്രതികരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ താൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുൻപാകെ മൊഴി നൽകുകയും അത് അവർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതും വസ്തുതാവിരുദ്ധമാണ് എന്നുള്ളതാണ് വീണ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ താനോ എക്സാലോജിക്ക് സൊല്യൂഷൻസോ സേവനങ്ങൾ നൽകാതെ CMRൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പണം കൈപ്പറ്റി എന്ന തരത്തിലുള്ള എന്തെങ്കിലും മൊഴി അവിടെ നൽകിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി കുറിപ്പിൽ വീണ വ്യക്തമാക്കുന്നുണ്ട്. വസ്തുതാവിരുദ്ധമാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ഒരിക്കൽ കൂടി താൻ വ്യക്തമാക്കുകയാണ് എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ സ്വയം ന്യായീകരണം നടത്തിക്കൊണ്ടുള്ള വീണയുടെ പ്രതികരണം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വീണയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ വീണയുടെ ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസും ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. മുഹമ്മദ് റിയാസ് പറയുന്നതും അത്തരത്തിലൊരു പ്രതികരണം വീണ നടത്തിയിട്ടില്ല, വീണയുമായി താൻ നേരിട്ട് സംസാരിച്ചതാണ്, അങ്ങനെ ഒരു പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം തനിക്കറിയാം എന്നുള്ള ന്യായീകരണം അല്ലെങ്കിൽ ഭാര്യ കൂടിയായ വീണയെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ CMRൽ വിഷയത്തിൽ നിർണായകമായിട്ടുള്ള കുറ്റപത്രമൊക്കെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് വിവിധ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമടക്കം നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് തന്റെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടാവുകയോ തന്റെ കമ്പനിയുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. ഒപ്പം തന്നെ SFIOയ്ക്ക് മുന്നിൽ ഇത്തരത്തിലൊരു പ്രതികരണമോ മൊഴിയോ നൽകിയിട്ടില്ല എന്നൊരു പ്രതികരണവുമായി വാർത്താക്കുറിപ്പുമായി ഇപ്പോൾ വീണ തന്നെ രംഗത്തെത്തുന്നത്. എന്തായാലും വിഷയത്തിലെ നിർണായക പ്രതികരണമാണ് ഈ നിർണായക ഘട്ടത്തിൽ വീണയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. വിനോദ്. അതെ ശാലിനി, അങ്ങനെ തന്നെയാണ്. കാരണം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ആദ്യമായി പ്രതികരണം നടത്തുകയാണ്. സേവനം നൽകാതെ പണം കൈപ്പറ്റി എന്ന തരത്തിൽ SFIOയ്ക്ക് മൊഴി നൽകിയിട്ടില്ല എന്ന വീണ. താനോ എക്സാലോജിക് സൊല്യൂഷൻസോ സേവനങ്ങൾ നൽകാതെ CMRൽ നിന്ന് എന്തെങ്കിലും പണം കൈപ്പറ്റി എന്ന തരത്തിലുള്ള ഏതെങ്കിലും മൊഴി അവിടെ നൽകിയിട്ടില്ല എന്നുള്ള വാർത്താക്കുറിപ്പാണ് ഇപ്പോൾ വീണ വിജയൻ നൽകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.